കേരളത്തിലെ കോൺഗ്രസിൽ ചില അസ്വാരസ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെയൊന്നും ബാധിക്കില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു പറ്റം നേതാക്കളുണ്ട് പാർട്ടിയിൽ. അവർ ജില്ലാതല നേതാക്കളായാലും സംസ്ഥാനതല നേതാക്കളായാലും വിശ്വസിച്ച് ഒരു മണ്ഡലം ഏൽപ്പിക്കാൻ കഴിയുന്നവർ തന്നെയാണ്. അതിലൊരു നേതാവാണ് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ. കേരളത്തിലെ ഏറ്റവും ശക്തരായ 3-4 DCC അധ്യക്ഷന്മാരിൽ ഒരാൾ കൂടിയാണ് പ്രവീൺ കുമാർ. കോഴിക്കോട് പോലെയുള്ള പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു ജില്ലയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മൊത്തത്തിൽ പാർട്ടിക്ക് കേരളത്തിൽ തന്നെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് പ്രവീൺ കുമാറിനെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഏൽപ്പിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നത്. കഴിഞ്ഞ തവണ പ്രവീൺ കുമാർ നാദാപുരം മണ്ഡലത്തിൽ മത്സരിച്ച് വിജയത്തിനരികിൽ തന്നെ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ കൊയിലാണ്ടി സീറ്റ് നൽകാനാണ് പാർട്ടിയിൽ ആലോചന നടക്കുന്നത്. കൊയിലാണ്ടി, പയ്യോളി എന്നീ മുനിസിപ്പാലിറ്റികളും ചേമഞ്ചേരി, ചെങ്കോട്ടുകാവ്, തിക്കോടി, മൂടാടി എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം. 2006 മുതൽ ഇടത്തേക്ക് തന്നെ ചാഞ്ഞു നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ N സുബ്രഹ്മണ്യനും KP അനിൽകുമാറുമൊക്കെ മത്സരിച്ച സമയത്തെല്ലാം ശക്തമായി ജയിക്കുമെന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും ജയം അവസാനം CPM-ന് തന്നെയായിരുന്നു. അതിൽ K കരുണാകരന്റെ വിശ്വസ്തനായ P ശങ്കരൻ ജയിക്കുകയും മന്ത്രിയായതുമെല്ലാം അല്ലാതെ അതിനുശേഷം കൊയിലാണ്ടി മണ്ഡലം കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിക്കാരനായ പ്രവീൺ കുമാറിനെ തന്നെ നിർത്തിയാൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്നൊരു ഉത്തമ വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാണ് അറിയുന്നത്. നാദാപുരം എന്ന ഇടതുകോട്ടയിൽ വിജയത്തിനരികിലെത്താൻ കഴിഞ്ഞത് തന്നെ അദ്ദേഹത്തിനൊരു പ്ലസ് പോയിന്റ് ആണ്. അതിനപ്പുറം ഏറ്റവും മികച്ച ഒരു DCC അധ്യക്ഷന്മാരിൽ ഒരാൾ എന്ന പേരും അനുകൂല ഘടകം തന്നെയാണ് പ്രവീൺ കുമാറിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും അതുപോലെ കേന്ദ്രത്തിലെ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഏറെ പ്രിയങ്കരനായ പ്രവീൺ കുമാറിനും അനുകൂലമല്ലാത്ത ഒരു ഘടകവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, നിലവിൽ CPM-ന്റെ MLA ആയിട്ടുള്ള കാനത്തിൽ ജമീല അത്രയ്ക്കൊരു മുതിർന്ന നേതാവല്ല എന്നതും ഒരു തരംഗമുണ്ടാകില്ല എന്നുറപ്പിക്കാം. കൊയിലാണ്ടി മണ്ഡലം ഉണ്ടായതിനു ശേഷം 15 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 7 തവണയും കോൺഗ്രസ് തന്നെയാണ് ജയിച്ചത് എന്നുള്ളതും ചരിത്രവും കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമാണ് കൊയിലാണ്ടിയിൽ. ബാക്കിയുള്ള 8 തവണ എല്ലാ കക്ഷികളും ചേർന്നാണ് നേടിയത്. PSP, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ CPM എന്നിവരെല്ലാം ചേർന്നാണ് ബാക്കിയുള്ള 8 തവണ വിജയിച്ചത്. ഏതായാലും വീറും വാശിയും പോരാട്ട വീര്യവും ഒത്തുചേരുന്ന ഒരു മത്സരത്തോടൊപ്പം തന്നെ ജനസമ്മതിയും കൂടിയാകുമ്പോൾ അത് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന് നറുക്കു വീഴും എന്നുറപ്പിക്കുകയാണ് കൊയിലാണ്ടി. ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാൻ അദ്ദേഹവും തയ്യാറായി കാണും. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ DCC-കളെ ആരും കുറ്റം പറയാനില്ല എന്നുള്ളതും പ്രവീൺ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും ഒരുപക്ഷെ എളുപ്പമാക്കും.